ജീവസന്ദേശത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ സ്നേഹത്തിലും ജ്ഞാനത്തിലും ഒരുക്കിയ പദ്ധതിയെപ്പറ്റി ആയിരുന്നുവല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു. ആ ചിന്ത എത്ര വലിയ ഉത്സാഹമാണ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ? സൗജന്യമായി ലഭിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അവിടുത്തെ കൃപാമഹത്വത്തെയും ഓർത്ത് അവിടുത്തെ സ്തുതിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ആരാധനയുടെ മാറ്റുകൂട്ടുവാൻ ഇന്നത്തെ പഠനം നമ്മെ സഹായിക്കട്ടെ. നാം ആരും ഈ ഭൂമിയിൽ വന്നു പിറന്നത് യാദൃച്ഛികമായിട്ടല്ല. നമ്മെക്കുറിച്ച് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. അതെന്താകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതാണ് ജീവിതം അനുഗ്രഹമാക്കുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്ന വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രയോജനപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പാപത്തിൻ്റെ അടിമയായി ജീവിക്കുന്ന മനുഷ്യൻ ദൈവം ക്രിസ്തുവിലൂടെ ഒരുക്കിയ വീണ്ടെടുപ്പ് അംഗീകരിക്കുമ്പോൾ അവനെ ദൈവം എന്താക്കി തീർക്കും എന്നാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ചിന്തിച്ചത് അതായിരുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. 6-ാം വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു സ്തുതിഗീതമാണ് നാം കാണുന്നത്. എല്ലാം ദൈവനാമ മഹത്വത്തിനാകയാൽ പൗലോസ് ഈ അതിമഹത്തായ സ്തുതിഗീതം പാടുകയാണ്. എല്ലാം അവിടുത്തെ കൃപയുടെ അടിസ്ഥാനത്തിലാകുന്നു ചെയ്തിരിക്കുന്നത്. അവസാനമോ ദൈവമഹത്വം. ആരംഭം കൃപയിലും പുരോഗതി അഥവാ വളർച്ച ദത്തെടുക്കലിലും ഒടുവിൽ എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടിയുമത്രേ. ഇവിടെ നാം കണ്ടു, പ്രിയനായവനിൽ അവൻ നമ്മെ അംഗീകരിക്കുവാൻ ഇടവരുത്തി. ആരാണ് ഈ പ്രിയനായവൻ? അത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യേശുക്രിസ്തു തന്നെയാണിത് പറഞ്ഞത്. ദൈവം വിശ്വാസിയെ കാണുന്നത് ക്രിസ്തുവിലാണ്. തൻ്റെ സ്വന്തം പുത്രനെ കൈക്കൊള്ളുന്നത് പോലെ അവൻ ആ വിശ്വാസിയെ കൈക്കൊള്ളുന്നു. ഇത് എത്ര ആശ്ചര്യകരമാണ്! നാം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പോകുന്നതിൻ്റെ ഏക അടിസ്ഥാനം അത് മാത്രമാണ്. നമ്മുടെ യാതൊരുവിധ കഴിവും യാതൊരു പുണ്യപ്രവൃത്തിയും നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല. നമ്മെ കൈക്കൊണ്ടിരിക്കുന്നത് പ്രിയനായവനിൽ മാത്രമാണ്. നാം ക്രിസ്തുവിലായതിനാൽ ദൈവം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മെയും സ്നേഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അങ്ങനെ പിതാവായ ദൈവം ത്രിവിധ പ്രവർത്തനം ചെയ്തിരിക്കുന്നു. അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു, പുത്രൻ്റെ സ്ഥാനത്തേക്ക് നമ്മെ മുൻനിയമിച്ചു, പ്രിയനായവനിൽ നമ്മെ അവൻ കൈക്കൊണ്ടു. സകലതും അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കു വേണ്ടിയാകുന്നു എന്ന് നാം കാണുന്നു. സ്തോത്രവും സ്തുതിയും ലഭിക്കുന്നവൻ അവനാകുന്നു. ഇതെല്ലാം അവൻ ചെയ്തത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാം.
ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് പ്രയോജനമുള്ളതാകിയാൽ നമുക്കും ഇതേക്കുറിച്ച് സംസാരിക്കാം. ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് നാം എത്രമാത്രം സംസാരിക്കേണ്ടിയിരിക്കുന്നു. 7-ാം വാക്യം ഇനിയും നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഭൂതകാല നിത്യതയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു, പ്രിയനായവനിൽ നമ്മെ അംഗീകരിച്ചു. ഇനിയും നാം അനന്തതയിൽ നിന്നും സമയത്തിലേക്ക് നീങ്ങുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതികൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ആ സമയത്തേക്ക് അവൻ സഭയുടെ പണിക്കായി സമയത്തേക്കും കാലത്തേക്കും ഇറങ്ങി വരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ വന്ന് പിറന്നു എന്നുള്ളത് ചരിത്ര സംഭവമാകുന്നു. ദൈവം മനുഷ്യനായി തീർന്നു. 33.5 വർഷം ഈ ഭൂമിയിൽ ആയിരുന്നതിന് ശേഷം അവൻ ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ശാരീരികമായി ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ദൈവവചനം നമുക്ക് നൽകുന്ന ചരിത്ര വസ്തുതകൾ ഇവയാണ്. അവൻ ഇവിടെ ആയിരുന്നപ്പോൾ അവൻ നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ വീണ്ടെടുപ്പ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആയിരുന്നു. ഇന്ന് അധികം പ്രസിദ്ധി ലഭിക്കാത്ത ഒരു കാര്യമത്രേ ഈ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ രക്തം. മിക്കവാറും മനുഷ്യർക്ക് ഇന്ന് ആവശ്യം തങ്ങളുടെ സ്വഭാവത്തിന് യോജിക്കുന്ന ആകർഷകമായ ഒരു മതമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് ഇങ്ങനെയുള്ളവർക്ക് ആകർഷകമല്ല, മനുഷ്യൻ്റെ അഹങ്കാരത്തിന് യോജിക്കുന്നതല്ല. ഇതൊരു താണ അവസ്ഥയാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് പല ക്രിസ്തീയ സഭകളിൽ പോലും മനുഷ്യൻ്റെ സ്വഭാവത്തിന് ആകർഷകമായ വിധത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് താല്പര്യമായി സംസാരിച്ച് കേൾക്കാറില്ല. അത് അവജ്ഞ ഉളവാക്കുന്നതായിട്ടാണ് ചിന്തിക്കുന്നത്. തിരുവചന സത്യം അതുപോലെ പ്രസംഗിക്കുന്നതിന് പകരം ലോകത്തിലുള്ള മറ്റ് സകല വിഷയങ്ങളെയും കുറിച്ച് പ്രസംഗിച്ചാൽ കയ്യടി ഉറപ്പാണ്. പാപത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സാധ്യമായ രക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നതും ഇന്ന് പലർക്കും അരോചകമാണ്. അത് ബാലിശമായ ചിന്താഗതിയാകുന്നു എന്ന് സമർത്ഥിക്കുവാനും പലർക്കും മടിയില്ല. യേശുവിൻ്റെ രക്തം ആർക്കെങ്കിലും വെറുപ്പുളവാക്കുന്നതെങ്കിൽ അതിന് കാരണം അങ്ങനെയുള്ളവർ തങ്ങളുടെ പാപത്തിൻ്റെ ഗൗരവം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ഒരു പട്ടണത്തിലെ ഒരു വലിയ ദേവാലയത്തിൽ പുതുതായി വന്ന അനേകരിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. സംസാരമധ്യേ അവർ ആ പള്ളിയിലെ അച്ഛനോട് സൂചിപ്പിച്ചു, അച്ചോ, മുൻപിരുന്ന അച്ഛൻ എപ്പോഴും ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അച്ഛനെങ്കിലും ഈ രക്തത്തിന് അധികം ഊന്നൽ കൊടുക്കുകയില്ല എന്ന് ഞങ്ങൾ ആശിക്കുന്നു എന്ന്. അതിന് ആ അച്ഛൻ നൽകിയ മറുപടി, ഞാൻ ആ കാര്യത്തിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കില്ല, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അത് കേട്ട ഈ ദമ്പതികൾ തങ്ങളുടെ കാര്യം സാധിച്ചു എന്ന ചിന്തയിൽ സന്തോഷത്തോടെ അച്ഛനോട് നന്ദി പറയുന്നതിന് മുതിരുകയായിരുന്നു. അപ്പോൾ അച്ഛൻ തുടർന്നു, ഈ പറഞ്ഞ വിഷയം എത്ര പറഞ്ഞാലും അധികമാകില്ല എന്നതിനാലാണ് ഞാൻ അപ്രകാരം പറഞ്ഞതെന്ന്. തുടർന്ന് അദ്ദേഹം ക്രിസ്തുവിൻ്റെ രക്തത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി സംസാരിക്കുവാൻ തുടങ്ങി. അത് മനുഷ്യർക്ക് വെറുപ്പുളവാക്കുന്നതാകാം, എന്നാൽ അവൻ്റെ രക്തത്തിനാൽ ആകുന്നു നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചത്. പിതാവായ ദൈവം സഭയുടെ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞ് ആണികളാൽ തുളയ്ക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് സഭയ്ക്ക് രൂപം നൽകുവാൻ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു മൃഗത്തെ ബലിയർപ്പിക്കുന്നതിലൂടെ പാപപരിഹാരം സാധിക്കുന്നതിനെക്കുറിച്ചാണ് പഴയ നിയമം മുഴുവൻ സംസാരിക്കുന്നത്. എന്നിരുന്നാലും ഇത് പാപത്തെ നീക്കിക്കളയുന്നില്ല. ക്രിസ്തുവിന് മാത്രമേ അത് സാധിക്കൂ. എബ്രായ ലേഖന കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു,
പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന്. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഞാൻ വായിച്ചത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രിയനായവനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മെ പ്രിയനായവനിൽ, അതേ ക്രിസ്തുവിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പ്രാഥമികമായ പ്രവർത്തനമാണ് വീണ്ടെടുപ്പെന്നത്. ഈ വാക്യത്തിലെ പ്രധാന ചിന്തയും അതുതന്നെ. ഈ കാരണത്താലാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് എന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ് വില കൊടുക്കാനാണ് കർത്താവ് വന്നത്. നാം എല്ലാവരും പാപത്തിൻ്റെ അടിമകളായിരുന്നു. അവൻ നമ്മെ വിടുവിക്കുന്നതിനും നമുക്ക് വേണ്ടി വില നൽകി നമ്മെ സ്വതന്ത്രരാക്കുന്നതിനും വന്നു എന്ന് നാം കാണുന്നു. വീണ്ടെടുപ്പ് എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന പദത്തിന് ഗ്രീക്കിൽ 3 വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 3 വ്യത്യസ്ത പദങ്ങൾ. ഒന്നാമത്തെ പദത്തിൻ്റെ അർത്ഥം അടിമച്ചന്തയിൽ നിന്നും വിലയ്ക്ക് വാങ്ങുക, അഥവാ ചന്തസ്ഥലത്ത് നിന്നും എന്തും വാങ്ങുന്നതിനെ കാണിക്കുന്നതാണ് ഒന്നാമത്തേത്. ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി ചന്തയിലേക്ക് പോയ ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഇവിടെ ലഭ്യമാകുന്നത്. ഈ വ്യക്തി തനിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നു. പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ആ വാങ്ങിയ ആളിൻ്റേതായി. ഇവിടുത്തെ ചിന്ത വില കൊടുത്തു വാങ്ങിക്കൊണ്ട് പോകുക എന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം, വീണ്ടെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ പറഞ്ഞതത്രേ. അവിടെ അവൻ പറഞ്ഞു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ പദത്തിൻ്റെ അർത്ഥം സ്വന്തം ഉപയോഗത്തിനായി വാങ്ങുക എന്ന ധ്വനി വരത്തക്കവണ്ണമാണ്. ചന്തയിൽ നിന്നും വില കൊടുത്ത് വാങ്ങുക എന്നത്രേ, സ്വന്തം ഉപയോഗത്തിനായി ചന്തയിൽ നിന്നും വില കൊടുത്ത് വാങ്ങുക. എന്നാൽ ആദ്യത്തെ ആൾക്ക് താൻ വാങ്ങിയ സാധനം വേറൊരിടത്ത് കൊണ്ടുപോയി വിൽക്കാവുന്നതാണ്. സ്വന്തം ഉപയോഗത്തിനല്ലാതെയും വില കൊടുത്ത് വാങ്ങാമില്ലേ? എന്നാൽ ചന്തസ്ഥലത്തു നിന്നും സാധനങ്ങൾ വാങ്ങുകയും അത് എന്നും സ്വന്തം ഉപയോഗത്തിനായി സൂക്ഷിക്കുകയും എന്നതാണ് രണ്ടാമത്തെ അർത്ഥം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഈ അർത്ഥത്തിലാണ് വീണ്ടെടുപ്പിൻ്റെ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇതിൻ്റെ അർത്ഥം ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. ഇനിയും നമ്മെ അവൻ വിൽക്കുകയില്ല. അവൻ നമ്മുടെ വില നൽകി. വിൽപ്പന സ്ഥലത്ത് നിന്നും അവൻ നമ്മെ മാറ്റി. നാം അവനുള്ളവരാണ്. വീണ്ടെടുക്കപ്പെട്ടവർ എന്നേക്കും കർത്താവിൻ്റെ സ്വന്തമാണ്. ഇനി ഒരിക്കലും അവരെ അടിമച്ചന്തയിൽ വിൽക്കുവാൻ കൊണ്ടുപോകുകയില്ല എന്ന് ചുരുക്കം. വീണ്ടെടുപ്പിനെ കാണിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മൂന്നാമത്തെ പദത്തിൻ്റെ അർത്ഥം എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്ന അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കി വിട്ടയക്കുവാൻ ആവശ്യമായ വിമോചന ദ്രവ്യം നൽകി മോചിപ്പിച്ച് വിട്ടയക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഇതേ അർത്ഥമാണ് നാം കാണുന്നത്.
അവിടെ നാം വായിക്കുന്നത്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. വീണ്ടെടുക്കപ്പെട്ടവർ പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും ശക്തിയിൽ നിന്നും സ്വതന്ത്രരാണ്. ഒടുവിൽ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടുമ്പോൾ അവർ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും സ്വതന്ത്രരാകും. ന്യായപ്രമാണം, പാപം, അധർമ്മം, പാരമ്പര്യങ്ങൾ, ഇവയിൽ നിന്നും നാം സ്വതന്ത്രരായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നാം സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. വീണ്ടെടുപ്പ് എന്നത് അനുഗ്രഹീതമായൊരു വാക്കാണ്. ചന്തസ്ഥലത്തേക്ക് പോയി പണം കൊടുത്ത് വാങ്ങുക എന്ന അർത്ഥം മാത്രമല്ല, സ്വന്തം ഉപയോഗത്തിനായി വില കൊടുത്ത് വാങ്ങുക, ഒരിക്കലും ഒരുത്തർക്ക് കൈമാറാതിരിക്കുക എന്നും മാത്രമല്ല, വില നൽകി നമ്മെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിടുക എന്ന അർത്ഥവും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഒടുവിലത്തെ അർത്ഥം ഒരു അടിമയെ അടിമത്വത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രയാക്കി വിടുക എന്നതാണ്. മനുഷ്യൻ പാപത്തിന് കീഴിൽ വിൽക്കപ്പെട്ടവനായി പാപത്തിൻ്റെ ബന്ധനത്തിലാണ്. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ ചുറ്റും നോക്കുക മാത്രമാണ് വേണ്ടത്. മനുഷ്യൻ നശിച്ച് ചീഞ്ഞ് നാറുന്ന അവസ്ഥയിലാണ്. പാപം ചെയ്യുക എന്നല്ലാതെ വേറൊന്നും അവന് സാധ്യമല്ലാത്ത അവസ്ഥ. മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില നൽകുവാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് യേശു പറഞ്ഞപ്പോൾ അതാണ് അവൻ അർത്ഥമാക്കിയത്. വീണ്ടെടുപ്പ് അവൻ്റെ രക്തത്താൽ അതത്രേ അവൻ നൽകിയ വില. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വളരെയേറെ വിലയുള്ളതാണ് ക്രിസ്തുവിൻ്റെ രക്തം. എന്നാൽ അത് അധികം ലഭ്യമല്ല എന്നതാണ് വേറൊരു കാര്യം. കുറച്ച് മാത്രമുള്ള ഏതൊരു സാധനത്തിനും വില കൂടുതലാകുക സാധാരണയാണല്ലോ. എന്നാൽ ഇവിടെ വില കൂടിയതിൻ്റെ കാരണം അതല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം ഈ ഭൂമുഖത്തുള്ള സകല പാപികളെയും രക്ഷിപ്പാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. പാപി ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും വേണമെന്നുള്ളത് സത്യമാണ്. അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അങ്ങനെ അവൻ രക്ഷിക്കുന്നതിൻ്റെ ഏക കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള പ്രമാണമാണ്. ഇത് പഴയ നിയമ തത്വമാണ്. ഇത് ആദാം മുതൽ ഭൂമിയിൽ ജീവിക്കുവാൻ പോകുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യന് വരെ പ്രയോജനപ്പെടുത്താവുന്ന കാര്യമത്രേ. നമ്മെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, അതിന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. പിന്നെയോ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. പാപമോചനം വീണ്ടെടുപ്പല്ല, അത് വീണ്ടെടുപ്പിൻ്റെ ഫലമാണ്. നീതിക്കും ന്യായത്തിനും വിശുദ്ധിക്കും നേരെ കണ്ണടച്ച് എങ്ങനെയും തെറ്റുകൾ പൊറുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാക്ഷിണ്യമല്ല പാപക്ഷമ. ഓർക്കണം, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് മുൻപ് ക്രിസ്തു അതിൻ്റെ അവകാശവാദങ്ങളെ സംതൃപ്തമാക്കി. അത് അവൻ ക്രൂശിൽ നിറവേറ്റി. രക്തം ചൊരിയുന്നതിൽ ആശ്രയിച്ചാണ് പാപമോചനം ഇരിക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ള വില നൽകുന്നതിനെ ആശ്രയിച്ചാണ് പാപമോചനം. ക്രിസ്തുവിൻ്റെ മരണവും അവൻ്റെ രക്തം ചിന്തിയതുമാണ് പാപമോചനത്തിൻ്റെ അടിസ്ഥാനം. അതുകൂടാതെ പാപമോചനം സാധ്യമല്ല. മനുഷ്യൻ ക്ഷമിക്കുന്നതും ദൈവം ക്ഷമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം. മനുഷ്യൻ മാപ്പ് നൽകുന്നത് ഒരു ശിക്ഷ അർഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിന്മേലായിരിക്കും. ആ ശിക്ഷ അടിച്ചേൽപ്പിക്കുന്നതും അല്ല. ആ കണക്കപ്പാടെ മായ്ച്ചു കളയുന്നു എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ദൈവം വിശുദ്ധനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് ദൈവം മാപ്പ് നൽകുന്നത് ശിക്ഷ നടപ്പാക്കുന്നതിലും പിഴ അടയ്ക്കുന്നതിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ മാപ്പ് നൽകുന്നത് ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ വന്നിരിക്കും. ദൈവം മാപ്പ് നൽകുന്നത് ശിക്ഷ നടപ്പാക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പാപത്തെ ചെറുതായി കാണിക്കുകയില്ല.
നമ്മുടെ നിയമ സംവിധാനം പലപ്പോഴും തകർന്നിരിക്കുന്നതിൻ്റെ കാരണം ഇതത്രേ. ഗൗരവമായ ശിക്ഷ നൽകാത്തതിനാലാണ് ക്രമസമാധാന നില നഷ്ടപ്പെടുന്നത്. ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുവാൻ മാർഗങ്ങൾ ധാരാളമുണ്ടല്ലോ. മാനുഷിക ക്ഷമയും നിയമത്തിൻ്റെ നീതിയും തമ്മിലൊരു ചിന്താക്കുഴപ്പമുണ്ട്. തെറ്റിനെ തെറ്റെന്ന് കണ്ട് ശിക്ഷിക്കാത്ത നിയമപാലകരുടെ ചിന്താഗതികൾ കൊണ്ട് സമൂഹം കഷ്ടപ്പെടുന്നു. ഒരു കൊല ചെയ്തവനെ വെറുതെ വിടുന്നതിലൂടെ തങ്ങൾ ഔദാര്യമതികളാകുകയാണ് എന്ന് ചിന്തിക്കുന്നത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. നിയമത്തിൻ്റെ നീതി എപ്പോഴും ഒരു ശിക്ഷ ആവശ്യപ്പെടുന്നു. ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് ഒരു ന്യായാധിപൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. നല്ല ചോദ്യമല്ലേ? എന്നാൽ ദൈവം പിഴ അടച്ചതിന് ശേഷമാണ് ക്ഷമിച്ചതെന്ന സത്യം അദ്ദേഹം അറിയാതെ പോയി. ചെയ്ത തെറ്റിന് സ്വയമായോ പകരക്കാരനോ ശിക്ഷ അനുഭവിക്കണം. ശിക്ഷ നടപ്പാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീതിമാനായ ദൈവം ക്ഷമിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞപ്പോൾ ആ ശിക്ഷ നടപ്പായി. തീർച്ചയായും അത് അത്ര രസകരമായ കാര്യമല്ല. ഇന്നത്തെ പരിഷ്കൃത മനുഷ്യന് അത് കേൾക്കുന്നത് അത്ര സുഖകരമല്ല. കാരണം മനുഷ്യൻ്റെ പാപം അത്രയ്ക്ക് മോശമാണെന്ന് അവന് ചിന്തയില്ല. സുവിശേഷം പഴഞ്ചനാണെന്ന് അവൻ ചിന്തിക്കുന്നു. സംസ്കാര സമ്പന്നനാണ് താനെന്ന് കാണിക്കുവാൻ മനുഷ്യൻ പാടുപെടുകയാണ്. നാം നഷ്ടപ്പെട്ടവരും നശിച്ചവരും നരകത്തിന് വിധിക്കപ്പെട്ട പാപികളുമാണ്. ശിക്ഷ നടപ്പാക്കുന്നത് വരെ നമ്മോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. ശിക്ഷ നടപ്പാക്കി എന്നതാണ് സുവാർത്ത. പിഴ അടച്ചു. ആയതിനാലാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ പാപക്ഷമ സാധ്യമാകൂ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. പാപക്ഷമ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാണ്. ഇപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില നാം അറിയുന്നത്. നാം ആരും ഒന്നും അല്ലാത്ത ഒരു സ്ഥിതിയിൽ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്ന പക്ഷം അവന് നമ്മെ എന്തെങ്കിലും ആക്കി തീർക്കുവാൻ സാധിക്കും. നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കുവാൻ അവന് കഴിയും. കാരണം നമ്മുടെ പാപങ്ങളുടെ പിഴ അവൻ അടച്ചു കഴിഞ്ഞു. ഇത് മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46-ഉം 47-ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വിശുദ്ധ പൗലോസ് എഴുതി, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പൗലോസിനെ കണ്ടുമുട്ടിയപ്പോൾ യേശു അവനോട് പറഞ്ഞത് ജാതികളുടെ അടുക്കലേക്ക് പോക എന്നാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞതും ക്രൂശിലെ അവൻ്റെ മരണവുമാണ് പാപക്ഷമയുടെ അടിസ്ഥാനം. ശിക്ഷ നടപ്പാക്കാതെ പിഴ അടയ്ക്കാതെ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നാം കണ്ടു അതിക്രമങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഒരു കുറ്റം അഥവാ ലംഘനം അഥവാ വഴിതെറ്റുക എന്നൊക്കെയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ മനുഷ്യൻ്റെ ആദ്യത്തെ പാപത്തെ ലംഘനം എന്ന് പൗലോസ് വിശദീകരിച്ചിരിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലും അവൻ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. അതിക്രമങ്ങൾ എന്നാൽ മനുഷ്യൻ്റെ മേൽ ആരോപിക്കാവുന്ന പാപങ്ങളുടെ പട്ടിക ഉൾപ്പെടുന്നതാണ്. ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയതാണിത്. നമ്മുടെ പാപത്തിൻ്റെ പിഴ അവൻ അടച്ചു. ശിക്ഷയ്ക്ക് മാത്രം യോഗ്യരായിരുന്നവരും നിത്യനരകത്തിന് വിധിക്കപ്പെട്ടിരുന്നവരുമായിരുന്ന പാപികളായ നമ്മെ ക്രിസ്തു യേശു തൻ്റെ ജീവൻ മറുവിലയായി നൽകി വീണ്ടെടുത്തു. നമ്മെ തനിക്കായി വീണ്ടെടുത്ത് നമ്മെ സ്വതന്ത്രരാക്കി. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി കഴിയുന്നിടത്തോളം സംഘർഷപൂരിതമായ വേറൊരവസ്ഥ മറ്റെന്താണ്? ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു.
നാം ആരുടെയും അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അവകാശികളായിരിക്കുവാൻ ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തു നേടിത്തന്ന സ്വാതന്ത്ര്യം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു ചിന്തിക്കുന്നുണ്ടോ? അവൻ തൻ്റെ പ്രിയനായവനിലാണ് നമ്മെ ദത്തെടുത്തത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ നമ്മുടെ കർത്താവ് തന്നെയാണ് ആ പ്രിയൻ. പ്രിയരെ, യേശുക്രിസ്തുവിനെ ദൈവം സ്നേഹിക്കുന്നത് പോലെ നമ്മെയും സ്നേഹിക്കുന്നു. ഏകജാതനായിരുന്നവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ആദ്യജാതനായി തീർന്നിരിക്കുന്നു. ഈ ഒരു പദവി നാം ആസ്വദിക്കുമ്പോൾ തന്നെ ഇതിനുവേണ്ടി ദൈവം നൽകിയ വിലയെക്കുറിച്ച് നാം മറന്നു പോകാതിരിക്കട്ടെ. അവിടുത്തെ വിലയേറിയ രക്തത്താലാണ് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമായത്. ഈ ചിന്തകൾ തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.